ബി.ജെ.പി പ്രകടന പത്രിക സമിതിക്ക് രൂപം നൽകി. 27 അംഗ സമിതിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അധ്യക്ഷൻ. കേരളത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖറും അനിൽ ആന്റണിയും സമിതിയിലുണ്ട്. ഇതേ തുടർന്ന് വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, സമിതിയിൽ പത്തനംതിട്ട NDA സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമല്ലേ? ബി.ജെ.പിയുടെ പ്രകടന പത്രിക സമിതിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ സമിതിക്ക് നേതൃത്വം നൽകുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക സമിതിയുടെ ചെയർമാൻ രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു. ഈ തവണയും അദ്ദേഹം തന്നെയാണ് ഈ സമിതിക്ക് നേതൃത്വം നൽകുന്നത്. 27 അംഗങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് പ്രതിരോധ മന്ത്രിയാണെങ്കിൽ കൺവീനർ സ്ഥാനം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ്. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ ജനങ്ങൾക്ക് നൽകുവാനുള്ള വാഗ്ദാനങ്ങൾ അതെന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് പഠിച്ച ശേഷമാകും ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. ഒപ്പം സാധാരണ ജനങ്ങളുടെ അഭിപ്രായവും ബി.ജെ.പി ആരായുന്നുണ്ട്. ബി.ജെ.പിയുടെ ഒഫീഷ്യൽ ഐഡിയിൽ സാധാരണ ജനങ്ങൾക്കും പ്രകടന പത്രികയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനാകും. ഇതിന് ശേഷമാണ് പിന്നീട് പ്രകടന പത്രിക സമിതി പ്രത്യേക യോഗം ഉൾപ്പെടെ ഇരുന്ന ശേഷം ഈ പ്രകടന പത്രിക സങ്കല്പ പത്ര എന്ന രീതിയിലാണ് ബി.ജെ.പി പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. ഇത് സംബന്ധിച്ച് ധാരണയിലെത്തുക. ഗൗതം, അങ്ങനെയാണെങ്കിൽ എപ്പോഴാവും ഈ പ്രകടന പത്രിക പുറത്തിറങ്ങുക? അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ മാസം 19 നടക്കുന്നത്. തീർച്ചയായും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായി ഈ പ്രകടന പത്രിക പുറത്തിറക്കാനാകും ബി.ജെ.പി ലക്ഷ്യമിടുക. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയൊരു പൊതുപരിപാടിയിലാകും ബി.ജെ.പി പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുക. ഈ പ്രകടന പത്രികയിൽ മറ്റൊരു കാര്യം കൂടി ബി.ജെ.പി ചൂണ്ടിക്കാണിക്കുക, കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു, അവ പൂർണ്ണമായും നടപ്പാക്കിയെന്നത് സംബന്ധിച്ചാണ്. കാരണം 2014-ലും 19-ലും ബി.ജെ.പി പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ്. അത് വികസന വിഷയങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നമുക്കറിയാം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ബി.ജെ.പിയുടെ എക്കാലത്തെയും പ്രകടന പത്രികയിൽ ഉണ്ടായ ഒന്നാണ്. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പൗരത്വ ഭേദഗതി നിയമം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ കൊടിയ മതപീഡനം നേരിടുന്ന ഹിന്ദുക്കളും ക്രൈസ്തവരും അടങ്ങുന്നവർക്ക് ഭാരതത്തിൽ പൗരത്വം നൽകുന്ന CAA നടപ്പാക്കി. ഒപ്പം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കും എന്നത് ജനസംഘത്തിന്റെ കാലം മുതൽ തന്നെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചതാണ്. അതെല്ലാം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിനാൽ സ്വാഭാവികമായും 2019-ലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമാക്കി എന്ന് വിശദീകരിച്ചുകൊണ്ടാകും പുതിയ പ്രകടന പത്രിക കൂടി ബി.ജെ.പി രൂപപ്പെടുത്തുക. എന്തായാലും അത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. ബി.ജെ.പി പ്രകടന പത്രിക സമിതിക്ക് രൂപം നൽകി. 27 അംഗ സമിതിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അധ്യക്ഷൻ. കേരളത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറും അനിൽ ആന്റണിയും സമിതിയിലുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.